പോലെ ചെയ്യണം. അപ്പോൾ ഒരു കോയിൻ ഇഷ്ടമുള്ള ഞാൻ നോക്കുന്നില്ല, ഇഷ്ടമുള്ള കോയിൻ ഒരെണ്ണം നീ കയ്യിലെടുക്കും. മറ്റുള്ള കോയിൻ എല്ലാം കൂടെ മിക്സപ്പ് ആക്കി ഇതായിരുന്നു. അതെ, ഈ കോയിനായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു കോയിൻ പ്രഡിക്ഷൻ മാജിക്ക് കാണാം. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ മാജിക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ ഒരു കമൻറ്റും ലൈക്കും തരാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മാജിക്ക് തീർന്നതിന് ശേഷം ഇതിൻ്റെ അവസാനം അതിൻ്റെ ട്യൂട്ടോറിയൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മാജിക്ക് കാണാം. അപ്പോൾ ഇന്നൊരു കോയിൻ്റെ ഒരു മാജിക്കാണ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു 5 കോയിനുണ്ട്. ഇത് 10 rupees, 10 10 രൂപ, 5ൻ്റെ കോയിൻ, 2ൻ്റെ 1 രൂപ, 50 പൈസ. ഓക്കെ. അപ്പോൾ ഈ 5 കോയിനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഞാൻ നോക്കാതെ എനിക്ക് ഇഷ്ടമുള്ളൊരു കോയിൻ എടുക്കാം. എടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം. അപ്പോൾ ഒരു കോയിൻ ഇഷ്ടമുള്ള ഞാൻ നോക്കുന്നില്ല, ഇഷ്ടമുള്ള കോയിൻ ഒരെണ്ണം നീ കയ്യിലെടുക്കും. എടുത്തല്ലേ? ഇനി അത് കയ്യിൽ മുറുക്കി പിടിച്ചോ. എന്നിട്ട് മറ്റുള്ള കോയിൻ എല്ലാം കൂടെ മിക്സപ്പ് ആക്കിയില്ലേ കിട്ടാ. ഒരു കോയിൻ നിന്റെ കയ്യിൽ നിന്റെ കൈ ഈ കൈനത്തിരിപ്പുണ്ട് അല്ലേ? അപ്പൊ ഇതിനകത്ത് നിന്റെ ഈ കോയിൻ ഇരിപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടില്ല. ഇനിയിപ്പോ നിന്റെ കയ്യിലിരിക്കുന്ന കോയിൻ നീ എടുത്ത് പതുക്കെ ഇതിന്റെ കൂടെ വെക്കുക. എന്നിട്ട് എല്ലാം കൂടെ മിക്സപ്പ് ആക്കിക്കുക. എന്നിട്ട് ഞാൻ തല തിരിച്ചു നോക്കത്തുള്ളൂ. നോക്കി ഞാൻ നോക്കട്ടെ. അപ്പൊ ഇതിലൊരു കോയിൻ നീ ഏതൊരു കോയിൻ എടുത്തു അല്ലെ? കൈ വെച്ചിട്ട് തിരിച്ചു വെച്ച് ഇതിൽ ഏത് കോയിനായിരുന്നു എടുത്തെന്ന് അറിയത്തില്ല അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യുന്നു. ഞാൻ നോക്കട്ടെ. കോയിനോട് തന്നെ ചോദിക്കാം. ഇതായിരുന്നു കോയിൻ. ഇതല്ല. എനിക്കൊരു ഡൗട്ടുണ്ട്. ഇതാണ് ഇതല്ല, ഇതുമല്ല. അപ്പോ നീ എടുത്ത കോയിൻ ഇതായിരുന്നു. അതെ, ഇത് കണ്ട. ഈ കോയിനായിരുന്നു നീ എടുത്തത്, റൈറ്റ് അല്ലേ? അപ്പൊ പക്ഷെ ഗെയിം തീർന്നിട്ടില്ല. അപ്പൊ നീ എടുത്ത ഈ കോയിൻ എന്തായിരുന്നു? 2 rupees കോയിൻ. ഇനിയിപ്പോ ഞാൻ എൻ്റെ ഇവിടെ ഒരു കവർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു കവറുണ്ട്. അപ്പൊ ഈ കവറിനകത്തുനിന്ന് ഞാനൊരു പേപ്പർ ഞാൻ എടുത്തുകൊണ്ട് വെക്കുക. കാരണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇതിനകത്ത് വേറെ ഒരു കടലാസും ഇല്ല, ഒന്നുമില്ല. ഇതല്ല, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പോ ഈ സാധനം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ എന്താണ് ഞാൻ എഴുതി വെച്ചിരുന്നത് നമുക്ക് നോക്കാം. എന്താ 2 രൂപ 2 കണ്ട. അപ്പൊ 2 എന്നുള്ളത് ഞാൻ നേരത്തെ ഇതാണ്. മാജിക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനൊരു ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. അപ്പോൾ ഇനി ട്യൂട്ടോറിയൽ ഇത് കാണിക്കാം. ഇത് മാജിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഈ ട്യൂട്ടോറിയൽ തുടർന്ന് കാണുക. അപ്പോൾ നമുക്കിതിൻ്റെ ട്യൂട്ടോറിയൽ കാണാം. ഇതിന് നമുക്ക് വേണ്ടത് 5 ഡിഫറെൻറ്റ് കോയിൻസ് വേണം. ഒരു 10 rupee, 5 rupee, 2 rupee കോയിൻ, 1 rupee and 50 പൈസ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു എൻവലപ്പാണ്. ഈ എൻവലപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് 2 അറകളുണ്ട്. നമ്മളിങ്ങനെ മുകളിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു അറ ഇങ്ങനെ കാണാം, അതുപോലെ താഴെ നിന്ന് തുറക്കാം. പക്ഷെ നമ്മൾ പ്രേക്ഷകനെ കാണിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ പ്രേക്ഷകന് ഇങ്ങനെ ഒരിക്കലും തോന്നുന്നില്ല ഇത് 2 അറയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് 2 അറകളുള്ള വേണം. അത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് പ്രിപ്പയർ ചെയ്യുന്ന വിധം ഞാൻ വേറൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഈ കാർഡിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ട്യൂട്ടോറിയൽ കിട്ടും. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങനത്തെ കവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. പക്ഷേ ഇതിനകത്ത് ഒരു പ്രത്യേകത കൂടെയുണ്ട്. നമുക്കിവിടെ ഒരു ചേമ്പർ കൂടെ ഞാനിവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ചേമ്പറുണ്ട്. ഇനി നമ്മൾ ഇത് ചെയ്യുമ്പോൾ ചെയ്യാനുള്ള ആദ്യം ഈ 5 കോയിൻ വേണം. അത് കഴിഞ്ഞ് ഈ എൻവലപ്പ് നമ്മളിവിടെ എൻവലപ്പാണ് എന്ന് പറയരുത്. നമ്മൾ പിന്നീട് ഇത് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മാജിക്ക് തുടങ്ങുമ്പോൾ ഇതിനെപ്പറ്റി നമ്മളൊന്നും പറയുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട്
നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു കോയിൻ ഏതാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞത് മാജിക് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലൊരു എൻവലപ്പ് ഉണ്ടെന്ന് പറയുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ്. അതായത് ഒരു റിസൾട്ട് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, ഒരു റിസൾട്ട് ഇതിനകത്ത് 10 and 5 മുകളിലത്തിലായിരിക്കും, അതുപോലെ 2 and 1 ഇതിലായിരിക്കും, 50 പൈസയുടേത് ഇതിനകത്തായിരിക്കും. അപ്പോൾ പ്രേക്ഷകൻ 50 പൈസയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും എൻവലപ്പ് എന്ന് പറയരുത്. എൻ്റെ കയ്യിലൊരു പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഇതിനായിരിക്കും 50യുടെ ഇതിനകത്ത് നിന്നായിരിക്കും പേപ്പർ പുറത്തെടുക്കുന്നത്. അതുപോലെ ഇവിടെ 10-5 ആണെങ്കിൽ നമ്മൾ ഈ മോൾ ഭാഗം തുറന്നിട്ട് പേപ്പർ എടുക്കുന്നു, എന്നിട്ട് പ്രേക്ഷകനോട് ചോദിക്കുന്നത് കണ്ട ഇതിനകത്തൊന്നും തന്നെ ഇല്ല, empty ആണെന്ന് പ്രേക്ഷകന് ബോധ്യപ്പെടുത്തുന്നു. അതല്ല 2-1 ആണെങ്കിൽ നമ്മൾ താഴത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ എടുത്തിങ്ങനെ കാണിക്കുന്നു. അപ്പോഴും ഇതുപോലെ പ്രേക്ഷകനെ ഇങ്ങനെ കാണിച്ച് empty ആണെന്ന് പറഞ്ഞാൽ അത് വേറൊരു കൂട് ഇതിനകത്തുണ്ടെന്ന്, വേറെ ചേമ്പറിനകത്തുള്ളത് മനസ്സിലായി. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതുണ്ടാക്കുന്ന മെത്തേഡ് ഞാൻ വേറൊരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ കാർഡ് തന്നെ കൊടുത്താണ്. ഇനി നമുക്കിത് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ 5 കോയിൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രേക്ഷകൻ ഒരു കോയിൻ എടുക്കുന്നു. പ്രേക്ഷകൻ ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് 2 ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രേക്ഷകൻ അതെടുത്ത് ഇങ്ങനെ മുറുക്കി പിടിക്കുന്നു, അടുത്ത് ചോദിക്കും. ഇതിനകത്ത് യാതൊരു ടെക്നിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ടെമ്പറേച്ചറാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇതൊരു സയൻറ്റിഫിക് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു മാജിക്കാണ്. കാരണം ഒരിക്കലും നമ്മുടെ കോയിൻ ഏറ്റവും മെറ്റലായ കാരണം പെട്ടെന്ന് ടെമ്പറേച്ചർ ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ പ്രേക്ഷകൻ ഇതിങ്ങനെ കുറേ നേരം കൈ പിടിച്ചിരിക്കുമ്പോൾ ഇതിന് ഒരു ടെമ്പറേച്ചർ വ്യത്യാസം വരും. ഇത് അല്പം ചൂടാകും, മറ്റതെല്ലാം നന്നായിട്ട് തണുത്തിരിക്കും. ഇതാണ് ഇതിൻ്റെ മാജിക്കിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ പ്രേക്ഷകൻ കുറേ നേരം വെച്ചതിന് ശേഷം തിരിച്ചിവിടെ വയ്ക്കുമ്പോൾ ഈ കോയിന് ടെമ്പറേച്ചർ കൂടുതലും ഈ ഇത് കുറേ കൂടെ കൂളായിരിക്കും, ഇത് വാമായിരിക്കും. ഈ പ്രിൻസിപ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രേക്ഷകൻ ഇത് കുറേ നേരം പിടിച്ചുകൊണ്ടിരുന്ന് മുറുക്കി പിടിക്കാൻ പറയണം. അതിനുശേഷം ഇവിടെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നു. നമ്മൾ ഓരോ കോയിൻ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കാതിൻ്റെ ഈ താഴെ ഈ താടിയെല്ലിൻ്റെ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും വെച്ചിട്ട് ടെമ്പറേച്ചർ നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ടെമ്പറേച്ചർ കൊണ്ട് നമ്മൾ ആ കോയിൻ എന്താണെന്ന് മനസ്സിലാക്കി. പിന്നീട് നമ്മൾ ആ കോയിൻ ഇങ്ങനെ എടുത്ത് കാണിക്കാം. അപ്പോൾ ഇതാണോ നിങ്ങളുടെ അടുത്ത കോയിൻ എന്ന് പറയുമ്പോൾ അത് തന്നെയാണെന്ന് പ്രേക്ഷകൻ പറയും. അത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇത് വളരെ കോൾഡായിരിക്കും, ഇത് വെച്ച് കഴിയുമ്പോൾ കോൾഡായിരിക്കും, ഇത് വെച്ച് കഴിയുമ്പോൾ കുറേ കൂടെ വാമായിരിക്കും. അത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പിന്നെ പറയേണ്ടത് മാജിക്ക് തീർന്നിട്ടില്ല, ഇനിയും മാജിക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രേക്ഷകൻ ഇപ്പോൾ 10 ആണ് കോയിൻ, 10 റുപ്പീസിൻ്റെ കോയിനാണ് എടുത്തെന്ന് വിചാരിക്കുക. നമ്മൾ ഈ 10 ആകുമ്പോൾ അത് എൻവലപ്പിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് പറയാം എൻ്റെ കയ്യിലൊരു എൻവലപ്പ് ഉണ്ടെന്ന് പറയാം. അതായത് 50 പൈസ ആണെങ്കിൽ നമ്മൾ പറയേണ്ടത് എൻ്റെ കയ്യിലൊരു പേപ്പർ ഉണ്ടെന്നേ പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എൻ്റെ കയ്യിലൊരു എൻവലപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അതിൽ ഏത് പൊസിഷനിലാണ് ഈ നമ്മുടെ വെച്ചിരിക്കുന്നത് നമ്മൾ ഓർത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു 10-ഉം 5-ഉം ഇതിൻ്റെ മുകളിലത്തെ ചേമ്പറിലായിരിക്കും, അതുപോലെ 2-ഉം 1-ഉം താഴത്തേലായിരിക്കും. അതിൽ തന്നെ ഒരു വശത്ത് ഇതിൻ്റെ 10-ഉം ഒരു വശത്ത് 5-ഉം ആണ്. അത് ഓർത്തിരിക്കണം. ടോപ്പിലാണോ അത് നമ്മളെല്ലാം മനസ്സിൽ ഓർത്തിരിക്കണം. പ്രേക്ഷകൻ എടുത്ത് ഇപ്പോൾ നമ്മൾ 10 കണ്ടു, അപ്പോൾ നമുക്കറിയണം ഈ 10 മുകളിലാണെന്ന്. അപ്പോൾ നമ്മൾ ഈ എടുക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു എൻവലപ്പ് ഉണ്ട്, എൻ്റെ ഒരു എൻവലപ്പ് എടുക്കുമ്പോൾ മുകളിലത്തെ ആയിരിക്കും എടുക്കുക. അതല്ല 5 ആണെങ്കിൽ അകത്ത് വെച്ച് തന്നെ ഇങ്ങനെ ഇത് അപ്സൈഡ് ഡൗൺ ആക്കിയിട്ട് നമ്മൾ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴേ 5 ആയിരിക്കും. എൻ്റെ ഈ ബാഗിൽ ഇത് കാണണ്ട, നമ്മളിങ്ങനെ 5 ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് വയ്ക്കുന്നത്. അതല്ല 10 ആണെങ്കിൽ നമ്മളിവിടെ നേരെ എടുത്തിട്ട് ഇവിടെ വയ്ക്കുന്നത്. അതുപോലെ തന്നെ 2-ഉം 1-ഉം ആണെങ്കിൽ 2 ആണ് പറയുന്നതെങ്കിൽ നമ്മൾ നേരിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വയ്ക്കുന്നു. 1 ആണ് പറയുന്നതെങ്കിൽ ഇതിനകത്ത് വെച്ച് തന്നെ തിരിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ 1 കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. അതിനുശേഷം നമ്മൾ ഇതിനെ കാണിക്കാനുണ്ട്. ഇതിൽ വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കാനുണ്ട്. ഒരിക്കലും നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ഈ പ്രഷർ കൊടുക്കുന്ന കാരണം ഇങ്ങനെ ഇത് ചേമ്പറുണ്ടെന്ന് അറിയില്ല. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പ്രേക്ഷകനെ കാണിച്ചിട്ട് വയ്ക്കുക. അത് ഇനി നേരെ മറിച്ച് 50 പൈസയാണ് നമ്മൾ പറഞ്ഞത് എൻ്റെ ഒരു പേപ്പറുണ്ട്, ആ പേപ്പറിൽ ഞാനൊരു സാധനം ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് 50 പൈസയുടെയാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അപ്പോൾ ഈ 3 ഓപ്ഷനും 5 ഓപ്ഷനും നമ്മുടെ ഈ കടലാസിലുണ്ട്. ആ സിറ്റുവേഷൻ അനുസരിച്ച് ഒന്നുകിൽ എൻവലപ്പ് ആണെന്ന് പറയണം, അതല്ലെങ്കിൽ അപ്പോൾ ഏത് എടുത്ത് കൊടുക്കുക. ഇനി
ഇനി വേറൊരു ട്രിക്ക് കൂടെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനെ കാണുമ്പോൾ ഒരു പടം, ഒരു ബ്ലാക്ക് ഷേപ്പ് മാത്രമേ കോയിൻ്റെ ഉള്ളൂ. ഇത് നമ്മൾ അടിയിൽ നിന്ന് ചൂടാക്കി കൊടുക്കുമ്പോൾ അത് തെളിഞ്ഞു വരും. ഇതൊരു പ്രത്യേകതരം ഇങ്കാണ് ഉപയോഗിച്ചത്, പ്രത്യേകതരം പെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പെന്നിനെ പറ്റിയും ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പെന്ന് എവിടെ നിന്ന് കിട്ടും, അതെങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ള പ്രൊസീജിയർ ഞാൻ വേറൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും കാർഡ് ഞാൻ മുകളിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ആ പെന്ന് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ ഈ സർക്കിളിനകത്ത് ഹിഡൻ ആയിട്ട് വയ്ക്കാൻ. അപ്പോൾ നമുക്കിവിടെ 10 ആണെന്ന്, ഇപ്പം ഉദാഹരണത്തിന് 10 ആണെന്ന് വിചാരിച്ചല്ലോ. ഇപ്പോൾ 10 ആണെങ്കിൽ നമ്മൾ മറ്റേ കാർഡായിരിക്കും എടുക്കുന്നത്. അപ്പോൾ 10-ൻ്റെ ഈ കടലാസ് ഇവിടെ വന്ന് ഇരുന്നു. ഇതിവിടെ തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കടലാസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ എടുക്കുന്നു. എടുത്തിട്ട് നമ്മളിവിടെ വയ്ക്കും. ഇനി നമ്മൾ ഒരു ലൈറ്റർ എടുത്ത് ഇതിൻ്റെ താഴ്ഭാഗം, ഇപ്പോൾ ഇവിടെ വെയ്യത് നമ്മൾ പ്രേക്ഷകനെ കാണിക്കരുത്, താഴ്ഭാഗം ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ 10 എന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ 10 ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ള ഇല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ അത് പക്ഷെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതിൽ നിന്ന് കവറിനകത്ത് നിന്ന് ആ പ്രെഡിക്റ്റ് ചെയ്ത കോയിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നത് സൂക്ഷിച്ച് വേണം. പക്ഷേ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ആ ടെമ്പറേച്ചറിൻ്റെ വളരെ സിമ്പിളാണ്. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷേ ഒരു റീസണബിൾ ടൈം, ഒരു 20 സെക്കൻഡെങ്കിലും പ്രേക്ഷകൻ, ഇപ്പോൾ 10 to 20 സെക്കൻഡ് പ്രേക്ഷകൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കണം. എന്നാലേ ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ തന്നെ വെച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ ടെമ്പറേച്ചർ. കോയിൻ എപ്പോഴും തണുത്തിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് കോയിൻ. അതാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി മറ്റൊരു മാജിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.